വിശദമായ വാർത്തകളിലേക്ക്. ആലപ്പുഴ CPM-ൽ പോരുമുറുകുന്നു. അരൂർ ചേർത്തല ദേശീയപാത 66-ലെ നവീകരണത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് AM ആരിഫ് MP പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന് കത്ത് നൽകി. G സുധാകരൻ മന്ത്രിയായിരുന്നപ്പോൾ നിർമ്മിച്ച റോഡിൽ നിറയെ കുഴികളാണെന്നും നിർമ്മാണത്തിൽ അഴിമതിയെന്നും ചൂണ്ടിക്കാട്ടിയാണ് കത്ത്. വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, സുധാകരൻ ആരിഫ് പോര് അത് മറ്റൊരു തലത്തിലെത്തിയിരിക്കുന്നു. നിലവിൽ സുധാകരനെതിരെ നിരവധി ആരോപണങ്ങൾക്ക് അന്വേഷണം നടക്കുന്ന പശ്ചാത്തലമുണ്ട്. ഈ കത്തുകൂടി വരുമ്പോൾ ആ പോരിന് മൂർച്ച കൂടുകയല്ലേ? രഞ്ജിത്ത്, ജർമ്മൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 2019-ൽ ചേർത്തല മുതൽ അരൂർ വരെ നിർമ്മിച്ച റോഡിന്റെ നിർമ്മാണത്തിൽ അപാകതയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന് ഇന്നലെ AM ആരിഫ് MP കത്ത് നൽകിയത്. കഴിഞ്ഞ ദിവസം, അതായത് ഇതിനു മുമ്പും അദ്ദേഹം കത്ത് നൽകിയിരുന്നു. ഇതേ തുടർന്ന് ഇന്നലെ ആലപ്പുഴയിൽ പൊതുമരാമത്ത് മന്ത്രി എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തുടർന്ന് അവിടെ വെച്ചാണ് വീണ്ടും ആ കത്ത് നൽകിയത്. ഇതിൽ ഈ 2019 കാലഘട്ടത്തിൽ ഈ ദേശീയപാത 66-ന്റെ നിർമ്മാണം നടക്കുന്നത് പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലായിരുന്നു. അതായത് പൊതുമരാമത്ത് ദേശീയപാത വിഭാഗമായിരുന്നു നിർമ്മാണം നടത്തിയത്. ഏകദേശം 23 കിലോമീറ്ററോളം ദൈർഘ്യമുള്ള റോഡ് ആണ് ചേർത്തല മുതൽ അരൂർ വരെ നിർമ്മിച്ചത്. ഇതിൽ അഴിമതി ഉണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ AM ആരിഫ് ഇത്തരത്തിൽ പരാതി നൽകിയിട്ടുള്ളത്. ആ സമയത്ത് പൊതുമരാമത്ത് മന്ത്രി G സുധാകരനായിരുന്നു. ആ പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്ന ദേശീയപാത 66-ന്റെ നിർമ്മാണം അത് പൊതുമരാമത്ത് വകുപ്പാണ് നടത്തിയത്. സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പാണ് നടത്തിയത്. ഈ നിർമ്മാണത്തിൽ അഴിമതി ഉണ്ടെന്നും വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുമാണ് ഇപ്പോൾ AM ആരിഫ് MP ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. പാലക്കാട് കണ്ണമ്പ്രയിലെ സഹകരണ നെല്ല് സംഭരണ സംസ്കരണ പ്ലാന്റിനായി ഭൂമി ഏറ്റെടുത്തതിൽ കോടികളുടെ അഴിമതി അത് സംബന്ധിച്ച തെളിവുകൾ News 18 കിട്ടി. കുറഞ്ഞ വിലയുള്ള ഭൂമി ഉയർന്ന വിലയ്ക്ക് വാങ്ങിയാണ് തട്ടിപ്പ് നടത്തിയത്. ഭൂമി വാങ്ങിയതിന് ശേഷം ക്രമക്കേട് മറയ്ക്കാൻ റവന്യൂ വകുപ്പിന്റെ ഒത്താശയോടെ പുതിയ വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കിയതായും രേഖകളുണ്ട്. News 18 എക്സ്ക്ലൂസീവ്. വിവരാവകാശ നിയമപ്രകാരം News 18 ലഭിച്ച രേഖകളാണ് കണ്ണമ്പ്രയിലെ ഭൂമി ഇടപാട് സംബന്ധിച്ച കോടികളുടെ അഴിമതി വ്യക്തമാക്കുന്നത്. ആധാരം, വാല്യുവേഷൻ സർട്ടിഫിക്കറ്റിനുള്ള അപേക്ഷ എന്നിവയുടെ പകർപ്പ് പരിശോധിക്കുമ്പോഴാണ് ഭൂമി ഇടപാടിൽ കോടികളുടെ അഴിമതി നടന്നതായി വ്യക്തമാക്കുന്നത്. പദ്ധതിക്കായി 2019 ജൂലൈ 16-നാണ് തൃശൂർ സ്വദേശികളായ ജോർജ് സേവ്യർ, രേഷ്മ സേവ്യർ എന്നിവരിൽ നിന്നും കണ്ണമ്പ്രയിൽ 27 ഏക്കർ 66 സെന്റ് തോട്ടഭൂമി വാങ്ങുന്നത്. അന്ന് ആ മേഖലയിൽ ഏക്കറിന് 12 ലക്ഷം രൂപ മാത്രം വിലയുള്ള ഭൂമി ഇവർ വാങ്ങിയത് ഏക്കറിന് 23 ലക്ഷത്തിന്. 6.5 കോടിയോളം രൂപയുടെ ഇടപാട്. എന്നാൽ ഭൂമി വാങ്ങാൻ വില നിർണ്ണയിച്ചു തരണമെന്നാവശ്യപ്പെട്ട് പുതിയ വാല്യുവേഷൻ സർട്ടിഫിക്കറ്റിനായി പാപ്കോസ് എന്ന കൺസോർഷ്യം അപേക്ഷ നൽകുന്നത് ആധാരം കഴിഞ്ഞ് ഒരാഴ്ചയ്ക്ക് ശേഷമാണ്. ജൂലൈ 23-ന് 1 ആർ അഥവാ 2.5 സെന്റിന് 57,000 രൂപയാക്കി പുതിയ വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ് ആലത്തൂർ തഹസിൽദാർ അനുവദിക്കുന്നത് ഓഗസ്റ്റ് 8-നാണ്. സാധാരണ റവന്യൂ വകുപ്പ് വില നിർണ്ണയിച്ച് നൽകിയതിനു ശേഷമാണ് ആധാരം നടത്തേണ്ടത്. ഇവിടെ ആധാരം കഴിഞ്ഞതിന് ശേഷമാണ് വില നിർണ്ണയം നടന്നത് എന്നതാണ് ഏവരെയും അത്ഭുതപ്പെടുത്തുന്നത്. അതായത് തട്ടിപ്പ് നടത്തിയതിനു ശേഷം ക്രമക്കേട് മറയ്ക്കാൻ റവന്യൂ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് പുതിയ രേഖകൾ നേടുകയായിരുന്നു എന്ന് വ്യക്തം. ഈ ഇടപാടിലൂടെ 3 കോടി രൂപയുടെ അഴിമതി നടന്നുവെന്നാണ് വ്യക്തമാകുന്നത്. CPM നിയോഗിച്ച അന്വേഷണ കമ്മീഷനും ഈ ആരോപണങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മുൻ മന്ത്രിയുടെ സ്റ്റാഫ് അംഗവുമാണ് തട്ടിപ്പിന് പിന്നിലെന്നാണ് ആരോപണം. News 18 അന്വേഷണം തുടരും. പ്രസാദ് ഉടുമ്പശ്ശേരി, News 18 പാലക്കാട്. പ്രസാദ് ഉടുമ്പശ്ശേരി വിവരങ്ങൾ പങ്കുവെക്കാൻ ചേരുന്നു. പ്രസാദ്, ഇത്ര വലിയ ഒരു തട്ടിപ്പ് ഇത് പുറത്തു വന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന കൂടുതൽ തെളിവുകൾ എന്താണ്? രഞ്ജിത്ത്, ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് 2 അംഗ സമിതി ഇപ്പോൾ അന്വേഷണം നടത്തുന്നുണ്ട്. ഇതുതന്നെ ഈ അന്വേഷണം തന്നെ വന്നത് സംസ്ഥാന കമ്മിറ്റിയുടെ ശക്തമായ ഇടപെടലിനെ തുടർന്നുകയായിരുന്നു. തുടക്കത്തിൽ ഇങ്ങനെയൊരു അഴിമതി ആരോപണം ഉയർന്നതിനെ തുടർന്ന് ഈ സംഭവം അന്വേഷിക്കാതിരിക്കാനുള്ള ശ്രമം ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുള്ളതാണ്.
പിന്നീട് അവിടുത്തെ, അതായത് പ്രാദേശികമായി കണ്ണമ്പ്രയിലെ അവിടുത്തെ പാർട്ടിക്കാർ CPM-കാർ തന്നെയാണ് ഈ വിഷയത്തിൽ പരാതിയുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. അവർ ആദ്യം ജില്ലാ കമ്മിറ്റിക്ക് പരാതി നൽകി. പക്ഷേ ജില്ലാ കമ്മിറ്റി ഇത് പൂർണ്ണമായും അവഗണിച്ചു. അതിനെ തുടർന്ന് സംസ്ഥാന കമ്മിറ്റിക്ക് പരാതി നൽകുകയും സംസ്ഥാന കമ്മിറ്റി ശക്തമായി ഇക്കാര്യം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് 2 അംഗ കമ്മീഷനെ CPM നിയോഗിക്കുന്നത്. നമുക്ക് ലഭ്യമായ വിവരാവകാശപ്രകാരം ലഭ്യമായ അടിസ്ഥാനത്തിൽ ഈ അഴിമതി ആരോപണം അതായത് ശരിവെക്കുന്ന രേഖകളാണ് കിട്ടിയിട്ടുള്ളത്. അതായത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യമേ ഈ തോട്ടഭൂമിയാണ് ഇവർ മേടിച്ചിട്ടുള്ളത്. നിരവധി സൗകര്യങ്ങളുള്ള ഭൂമി ഉണ്ടായിട്ട് പോലും വഴി സൗകര്യം പോലും ഇല്ലാത്ത ഒരു ഭൂമി വലിയ വില കൊടുത്ത് മേടിച്ചു എന്നുള്ളതാണ് ഈ പരാതിക്കാരുടെ ആദ്യത്തെ പ്രശ്നം തന്നെ. ആ പ്രാദേശികമായി അവിടെ സെന്റിന് 12,000 രൂപയും 15,000 രൂപയും മാത്രമുള്ളപ്പോൾ 23,000 രൂപ കൊടുത്ത്, അതായത് ഒരു ഏക്കറിന് 73 ലക്ഷം രൂപ കൊടുത്ത് ഭൂമി വാങ്ങേണ്ട സാഹചര്യം എന്തായിരുന്നു എന്നുള്ളതാണ് അവിടുത്തെ പാർട്ടിക്കാർ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യം. പിന്നീട് അവർ തന്നെ നടത്തിയ അന്വേഷണത്തിൽ അവർക്ക് ഇത് തട്ടിപ്പ് ബോധ്യപ്പെടുകയും പാർട്ടിക്ക് പരാതി കൊടുക്കുകയും ചെയ്തതാണ്. ഇക്കാര്യത്തിൽ രമ്യ ഹരിദാസ് MP, ആലത്തൂർ MP നൽകിയ പരാതി സഹകരണ വകുപ്പിന്റെ മുമ്പിലുമുണ്ട്. അതിനകത്ത് അന്വേഷണം നടക്കുന്നു. നമുക്ക് ലഭ്യമായ വിവരം ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവരങ്ങൾ പങ്കുവച്ചത്. സംസ്ഥാനത്ത് ഇന്ന് മുതൽ 3 ദിവസത്തെ പ്രത്യേക വാക്സിനേഷൻ ഡ്രൈവ്. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ എല്ലാവരെയും പരിശോധിച്ച ശേഷം കോവിഡ് നെഗറ്റീവ് ആയ മുഴുവൻ പേർക്കും വാക്സിൻ നൽകും. സ്പോട്ട് രജിസ്ട്രേഷനോ മറ്റ് സംവിധാനങ്ങളോ ഉപയോഗിച്ച് ഇത് നടപ്പിലാക്കണം. ദിവസം 5 ലക്ഷം വാക്സിൻ വിതരണം ചെയ്യും. അതേസമയം കോവിഡ് വ്യാപനം വിലയിരുത്തുന്നതിന് കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മണ്ഡവിയ തിങ്കളാഴ്ച കേരളത്തിലെത്തും. പാർട്ടി സമ്മേളനങ്ങളുടെ സമയക്രമം തീരുമാനിക്കാൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന്. അടുത്ത മാസം അവസാനത്തോടെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിക്കാനാണ് ആലോചന. ഡിസംബറിൽ ജില്ലാ സമ്മേളനങ്ങളും ജനുവരിയിൽ സംസ്ഥാന സമ്മേളനവും നടന്നേക്കും. കൊല്ലം, എറണാകുളം ജില്ലകളാണ് സംസ്ഥാന സമ്മേളനത്തിനായി പരിഗണിക്കപ്പെടുന്നത്. അടുത്ത വർഷം ഏപ്രിലിൽ കണ്ണൂരിലാകും പാർട്ടി കോൺഗ്രസ്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് സംസ്ഥാന സമിതി അംഗങ്ങളുടെ പ്രായപരിധിയുടെ കാര്യത്തിലും പ്രാഥമിക ചർച്ചകൾ നടക്കും. തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ സംസ്ഥാന സമിതിയും ചേരുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അവലോകനം പൂർത്തിയാക്കാൻ CPI നിർവാഹക സമിതി യോഗം ഇന്ന് ചേരും. കരുനാഗപ്പള്ളി മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പരാജയം മുഖ്യ ചർച്ചയാകും. ചടയമംഗലത്ത് ചിഞ്ചുറാണിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ശേഷം സമാന്തര കൺവെൻഷൻ വിളിച്ച M. മുസ്തഫയെ കൊല്ലം ജില്ലാ കൗൺസിലിൽ നിന്നും മണ്ഡലം കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയിരുന്നു. കരുനാഗപ്പള്ളിയിൽ R. രാമചന്ദ്രന്റെ പരാജയം അന്വേഷിക്കാൻ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി G. ലാലു ചെയർമാനായും കമ്മീഷനെ നിയോഗിച്ചിട്ടുണ്ട്. KPCC DCC പുനഃസംഘടനാ ചർച്ചകൾ ഡൽഹിയിൽ അന്തിമഘട്ടത്തിൽ. KPCC അധ്യക്ഷൻ K. സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും ഇന്ന് രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. ഇന്നലെ ഡൽഹിയിലെത്തിയ പ്രതിപക്ഷ നേതാവ് KPCC അധ്യക്ഷൻ K. സുധാകരനുമായും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുമായും കൂടിക്കാഴ്ച നടത്തി. വർക്കിംഗ് പ്രസിഡന്റുമാരായ PT തോമസും T. സിദ്ദിഖും ചർച്ചയിൽ പങ്കെടുത്തു. DCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ഗ്രൂപ്പ് വീതം വെപ്പ് ഉണ്ടാകില്ല. എന്നാൽ സാമുദായിക സമവാക്യങ്ങൾ പരിഗണിക്കും. വനിതാ പ്രാതിനിധ്യവും ഉറപ്പാക്കിയാകും തീരുമാനം. പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ രൂക്ഷമായിരിക്കെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഉന്നതാധികാര സമിതി യോഗം ഇന്ന് കോട്ടയത്ത്. നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന ഫ്രാൻസിസ് ജോർജ് ഉൾപ്പെടെയുള്ളവരെ അണിനയിപ്പിക്കാൻ ഉള്ള ശ്രമം യോഗത്തിൽ ഉണ്ടാകും. സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തുന്ന കാര്യത്തിലും യോഗം തീരുമാനമെടുക്കും. കോവിഡ് നിയന്ത്രണങ്ങളുടെ മറവിൽ കൊച്ചി നഗരത്തിൽ വൻ നിലം നികത്തൽ. ചിലവന്നൂർ കായലിന് സമീപമുള്ള 30 സെന്റ് നിലമാണ് സ്വകാര്യ വ്യക്തി മണ്ണിട്ട് നികത്തുന്നത്. നിലം നികത്തലിനുള്ള അപേക്ഷ അധികൃതർ പലവട്ടം തള്ളിയ സ്ഥലത്ത് അനധികൃതമായി നടത്തുന്ന നികത്തൽ അന്തിമഘട്ടത്തിലാണ്. ചെലവന്നൂർ കായലിനും ചമ്പക്കരത്തോടിനും സമീപമുള്ള ചതുപ്പ് ഒരാഴ്ച കൊണ്ടാണ് ഏതാണ്ട് പൂർണ്ണമായി നികത്തിയെടുത്തത്. രാത്രികാലങ്ങളിലായിരുന്നു മണ്ണടിച്ചിരുന്നത്. പുലർച്ചെ തൊഴിലാളികളെ ഉപയോഗിച്ച് നികത്തൽ നടത്തും. കോവിഡ് നിയന്ത്രണങ്ങൾ ശക്തമായിരുന്ന സമയത്താണ് നികത്തലിൽ ഏറിയ പങ്കും നടന്നത്. ആളോട് ആരുടെ പെർമിഷൻ ഇല്ലാതെ നികത്താൻ പാടില്ല എന്നും പറഞ്ഞത്. അപ്പോൾ ആള് പറയേണ്ട ആളുകളോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ആരോടാ പറഞ്ഞിട്ടുള്ളതെന്ന് അറിയില്ല. കൗൺസിലർ എന്നുള്ള രീതിയിൽ ഞാൻ വന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയാണ് ആള് തന്ന മറുപടി. സ്ഥലത്തിന്റെ ഒരു വശത്തുകൂടി കടന്നു പോകുന്ന കൈത്തോട് പൂർണ്ണമായി അടഞ്ഞ നിലയിലാണ്. ചതുപ്പ് കൂടി നികത്തിയതോടെ സമീപത്തുള്ള വീടുകൾ വെള്ളത്തിനടിയിലാവുന്ന സ്ഥിതിയിലും. നാട്ടുകാരുടെ പരാതിയിൽ വില്ലേജ് ഓഫീസർ സ്ഥലത്തെത്തി സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു. നെൽവേൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പ്ലോട്ടുകളാക്കി മുറിച്ചു വിൽക്കുന്നതിനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. സെന്റിനും 30 ലക്ഷം രൂപയാണ് ഇവിടെ സ്ഥലവില. ന്യൂസ് 18 കൊച്ചി. കോട്ടയം ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ തിരുവാഭരണം കാണാനില്ല. സ്വർണം കെട്ടിയ രുദ്രാക്ഷമാലയാണ് കാണാതായത്. സംഭവത്തിൽ അന്വേഷണം ദേവസ്വം ബോർഡ്
ആരംഭിച്ചു. ജി ശ്രീജിത്ത് ചേരും. ശ്രീജിത്ത്, എന്തെങ്കിലും വിവരം കിട്ടിയിട്ടുണ്ടോ? പോലീസ് നൽകുന്ന വിശദീകരണം എന്താണ്? ഇതിൽ ദേവസ്വം ബോർഡാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. കഴിഞ്ഞ മാസമാണ് ഇത് സംബന്ധിച്ചൊരു വിവരം ദേവസ്വം ബോർഡിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. പ്രത്യേകിച്ച് പുതിയ മേൽശാന്തി ചുമതലയേറ്റപ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ടു ഈ പൂജ, അതായത് വിഗ്രഹത്തിൽ മറ്റു ചാർത്തുന്നുള്ള ആഭരണങ്ങളുടെ എല്ലാം കണക്കെടുത്ത് നൽകണം, അത് എന്താണെന്ന് മനസ്സിലാക്കി കണക്കെടുത്ത് തരണമെന്ന് പറഞ്ഞത്. അപ്പോഴാണ് ഇത് പരിശോധിച്ചത്. അപ്പോഴാണ് ഈ സ്വർണം കെട്ടിയ വലിയൊരു രുദ്രാക്ഷമാലയുണ്ട്, ഈ മാല കാണാതാവുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നതോടുകൂടി തന്നെ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസു തന്നെയാണ് അതിനുള്ള അന്വേഷണത്തിലുള്ള നിർദ്ദേശം നൽകിയത്. തിരുവാഭരണ കമ്മീഷണർ എസ് അജിത്താണ് ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തുക. വൈകാതെ അദ്ദേഹം ഇവിടെ എത്തി പരിശോധന നടത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ മറ്റെന്തെങ്കിലും ആഭരണങ്ങൾക്കൊപ്പം മാറിയതാണോ എന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം പരിശോധിക്കുന്നുണ്ട്. അതല്ലാതെ മോഷണത്തിലേക്കാണോ സംഭവം എത്തിയെന്ന് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ആർക്കാണ് ഇത്, എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തെക്കുറിച്ച് ദേവസ്വം ബോർഡ് വിശദമായ പരിശോധന ആരംഭിച്ചു വരികയാണ്. രഞ്ജിത്ത്. ശരി. ഡൽഹി നങ്കേലിൽ 9 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതാണെന്ന് പ്രതികളുടെ മൊഴി. 4 പ്രതികളിൽ 2 പേരാണ് കുറ്റം സമ്മതിച്ചത്. അന്വേഷണ ഉദ്യോഗസ്ഥർ കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത്. എന്നാൽ ബലാത്സംഗത്തിനും കൊലപാതകത്തിനും തെളിവില്ലെന്നും റിപ്പോർട്ടിൽ പോലീസ് വ്യക്തമാക്കുന്നു. ഈ മാസം 1-നാണ് പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ ശേഷം കുടുംബത്തിന്റെ അനുവാദമില്ലാതെ സംസ്കരിച്ചത്. താലിബാൻ ഭീകരർ അഫ്ഗാൻ തലസ്ഥാനം കാബൂളിന് തൊട്ടരികെ തെക്കൻ കാബൂളിന് 50 കിലോമീറ്റർ മാത്രം അകലെയുള്ള ലോഗർ പ്രവിശ്യയും പിടിച്ചടക്കിയതോടെ തലസ്ഥാനം ലക്ഷ്യമിട്ട് ഭീകരർ നീങ്ങുകയാണ്. ഇതിനിടെ എംബസികളുടെ നയതന്ത്ര പ്രതിനിധികളും ലക്ഷ്യമല്ലെന്ന് താലിബാൻ വ്യക്തമാക്കി. കാബൂളിലെ ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥരെ തിരികെ എത്തിക്കുന്നതിൽ ഇന്ത്യയുടെ തീരുമാനം ഇന്നുണ്ടായേക്കും. ഗ്രീഷ്മ ചേരുകയാണ് വിവരങ്ങളുമായി. ഗ്രീഷ്മ, ഏതാണ്ട് കാബൂൾ പിടിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? വലിയ തോതിലുള്ള പോരാട്ടം നടക്കുകയാണോ? ജനങ്ങളുടെ അവസ്ഥ എങ്ങനെയാണ് അവിടെ പൊതുവെ? രഞ്ജിത്ത്, നിലവിൽ ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലാണ് അഫ്ഗാനുള്ളത്. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ താലിബാൻ കാബൂളും കൂടി കീഴടക്കുമെന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇപ്പോൾ തന്നെ അഫ്ഗാന്റെ 2 ഭാഗവും താലിബാന്റെ നിയന്ത്രണത്തിലാണ്. 34 പ്രവിശ്യകളിൽ 18 ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ നഗരമായ കാണ്ഡഹാർ ഉൾപ്പെടെ 18 പ്രവിശ്യകളും ഇപ്പോൾ താലിബാന്റെ നിയന്ത്രണത്തിലാണ്. ഒപ്പം 240-ലേറെ ജില്ലകളും ഇപ്പോൾ താലിബാൻ നിയന്ത്രണത്തിലാക്കി കഴിഞ്ഞു. 100ഓളം ജില്ലകളിൽ കടുത്ത പോരാട്ടവും നടക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ ഒരു യുദ്ധസമാനമായ സാഹചര്യം തന്നെയാണ് അഫ്ഗാനിൽ നിലവിലുള്ളത്. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഒരുപക്ഷെ അഫ്ഗാന്റെ ഭരണം തന്നെ താലിബാൻ പിടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സ്വന്തം പൗരന്മാരെ നാട്ടിലേക്ക് എത്തിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ വ്യാഴാഴ്ച തന്നെ ഇന്ത്യ അവിടെയുള്ള പൗരന്മാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു, എത്രയും വേഗം നാട്ടിലേക്ക് മടങ്ങാനുള്ള നിർദ്ദേശം നൽകിയിരുന്നു. അതിനുശേഷവും അവിടെ തുടരുന്ന 1500ഓളം പേരുണ്ട് എന്നാണ് നിലവിൽ ഇന്ത്യൻ സർക്കാരിന്റെ കണക്കനുസരിച്ചുള്ളത്. ഇവരെ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് എത്തിക്കുന്നതിനുള്ള നടപടികളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത്. എയർലിഫ്റ്റിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ആണ് പരിഗണിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ഔദ്യോഗിക വിശദീകരണം ഉടൻ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഒപ്പം അമേരിക്ക, ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങളും സ്വന്തം പൗരന്മാരെ നാട്ടിലേക്ക് എത്തിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും ഒരു യുദ്ധസമാനമായ സാഹചര്യം, ജനങ്ങളൊക്കെ തന്നെ ഒരു കൂട്ടപലായനത്തിലേക്ക് കടക്കുന്ന സാഹചര്യം. 4 ലക്ഷത്തിലധികം പേർ നിലവിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പലായനം ചെയ്തതായാണ് UN കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഒപ്പം അഫ്ഗാന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ളവർ കാബൂളിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യവുമുണ്ട്. കാരണം ചുറ്റുമുള്ള പ്രവിശ്യകളൊക്കെ തന്നെ താലിബാൻ നിയന്ത്രണത്തിലായി കഴിഞ്ഞു. തലസ്ഥാനമായ കാബൂളിലെങ്കിലും സുരക്ഷയുണ്ടോ എന്നറിയുന്നതിന്, സുരക്ഷ ഉണ്ടാകുമെന്ന് കരുതി അങ്ങോട്ട് പലായനം ചെയ്യുന്നവരുടെ എണ്ണവും കൂടുന്നു. ഏതായാലും ഒരു യുദ്ധസമാനമായ സാഹചര്യം തന്നെയാണ് നിലവിൽ അഫ്ഗാനിസ്ഥാനിലുള്ളത്. ഗ്രീഷ്മയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ അഫ്ഗാനുമായി ബന്ധപ്പെട്ട് പങ്കുവച്ചത്. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. MSF വിദ്യാർത്ഥി സംഘടന ഹരിതയ്ക്കെതിരായ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ച് MSF സംസ്ഥാന അധ്യക്ഷൻ PK നവാസ്. മുസ്ലിം ലീഗ് നിർദ്ദേശത്തെ തുടർന്നാണ് തീരുമാനം. തനിക്കെതിരായ ആരോപണത്തിന് പിന്നിൽ കൃത്യമായ അജണ്ടയുണ്ടെന്നും കുരുക്ഷേത്ര യുദ്ധം ഓർമ്മപ്പെടുത്തും വിധം ശിഖണ്ഡി യുദ്ധം നയിക്കുന്ന നായകർക്ക് തന്റെ പച്ചമാംസം കൊത്തിവലിക്കാൻ ഇനിയും നിന്നുതരാം എന്നതുമടക്കം പരാമർശമുള്ള FB പോസ്റ്റാണ് പിൻവലിച്ചത്. എന്നാൽ പറഞ്ഞ കാര്യങ്ങളിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുവെന്നാണ് നവാസിന്റെ നിലപാട്. സനോജ് സുരേന്ദ്രൻ വിവരങ്ങൾ നൽകും. സനോജ്,
MSFൽ വലിയ തർക്കമായ ഒരു വിഷയം, വനിതാ കമ്മീഷനിൽ വരെ പരാതി പോയ ഒരു വിഷയം. ഇപ്പോൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന വിവാദം എന്താണ്? രഞ്ജിത്ത്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പോര് MSFൽ കൂടുതൽ രൂക്ഷമാവുകയാണ്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ ഒരു പകൽ മുഴുവൻ നീണ്ടുനിന്ന മൗനത്തിന് ശേഷം വൈകുന്നേരത്തോടുകൂടിയാണ് MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദീകരണം നൽകിയത്. എന്നാൽ വിശദീകരണം നൽകി മണിക്കൂറുകൾക്കകം തന്നെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, അതായത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമും പാർട്ടി നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് വന്നിരുന്നു. വനിതാ കമ്മീഷന് പരാതി നൽകിയ ഹരിതയുടെ പ്രവർത്തനത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ടും അത് അച്ചടക്ക ലംഘനമായി കണക്കാക്കുമെന്നും പറഞ്ഞുകൊണ്ടുമായിരുന്നു PMA സലാം തന്റെ നിലപാട് ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കിയത്. അതായത് പരാതിക്കാർക്കെതിരെ പാർട്ടി തലത്തിൽ നടപടി ഉണ്ടാകുമെന്ന ഒരു പരോക്ഷ സൂചനയും അദ്ദേഹം നൽകിയിരുന്നു. എന്തായാലും ഈ പോസ്റ്റ് വന്നതിന് പിന്നാലെ നിമിഷങ്ങൾക്കകം സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് തന്റെ ആദ്യ പോസ്റ്റ് പിൻവലിക്കുകയായിരുന്നു. നവാസുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിഞ്ഞത് പാർട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലൊരു പോസ്റ്റ് പിൻവലിക്കുവാൻ കാരണം. പാർട്ടി നിലപാടിനൊപ്പം ഉറച്ചു നിൽക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആദ്യ പോസ്റ്റിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടിയിലെ ചില ആളുകളുടെ പിന്തുണയാണ് ഈ പരാതിക്ക് പിന്നിൽ. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗിന്റെ, പ്രത്യേകിച്ച് MSFന്റെ വിദ്യാർത്ഥി സംഘടനയുടെ പുനഃസംഘടനാ സമയം മുതലുള്ള പ്രശ്നങ്ങളാണ് ഇതിന് കാരണം. ഇതിൽ പാർട്ടിയിലെ ചില ആളുകളുടെ സഹായം കൂടി പരാതിക്കാർക്ക് കിട്ടുന്നുണ്ട് എന്ന ഒരു കാര്യമാണ് നവാസ് വ്യക്തമാക്കിയത്. എന്തായാലും കരിപ്പൂർ വിമാനത്താവളത്തിൽ കോടികളുടെ സ്വർണ്ണവേട്ട. 2 യാത്രക്കാരിൽ നിന്നായി 2.5 കിലോയിലധികം സ്വർണം പിടിച്ചു. ശരീരത്തിനുള്ളിലും പാന്റിൽ രഹസ്യ അറയുണ്ടാക്കി ഒളിപ്പിച്ച നിലയിലുമാണ് സ്വർണം കടത്താൻ ശ്രമിച്ചത്. മലപ്പുറം തിരുനാവായ സ്വദേശിയിൽ നിന്നും 1.48 കിലോയും തിരൂർ സ്വദേശിയിൽ നിന്ന് 1.06 കിലോയും സ്വർണമാണ് പിടിച്ചെടുത്തത്. പിടിച്ചെടുത്ത സ്വർണത്തിന്റെ മൂല്യം 1,22,00,000 രൂപയോളം വരും. ഇന്നലെ ഷാർജയിൽ നിന്നും വന്ന എയർ അറേബ്യ വിമാനത്തിലെ യാത്രക്കാരാണ് പിടിയിലായവർ. ആറ്റിങ്ങലിൽ മത്സ്യവില്പനക്കാരിയെ നഗരസഭാ ജീവനക്കാർ ആക്രമിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കി നാട്ടുകാർ. അഞ്ചുതെങ്ങിൽ ഫെറോനോ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ആക്ഷൻ കൗൺസിലിന് രൂപം നൽകി. അൽഫോൺസയെ മർദ്ദിച്ച നഗരസഭാ ജീവനക്കാർക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് തീരുമാനം. മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് അൽഫോൺസയുടെ വീട് സന്ദർശിക്കും. ഓണത്തിന് 8 നാൾ. ഓണക്കാലമായതോടെ ഉത്രാടനാളിൽ പൂക്കളങ്ങൾക്കൊപ്പം വെക്കുന്ന മാവേലി രൂപങ്ങൾ ഒരുങ്ങി. പാലക്കാട് പല്ലശനയിലാണ് പ്രധാനമായും മാവേലി രൂപങ്ങൾ ഒരുക്കുന്നത്. മാവേലി, മാദേവർ, അങ്ങനെ ദേശം മാറുന്നതിനനുസരിച്ച് പല പേരുകളുണ്ട്. പാലക്കാട് മാവേലി വെക്കുകയെന്ന് പറയും. ഉത്രാടനാളിൽ പൂക്കളത്തോടൊപ്പമാണ് മാവേലി രൂപങ്ങൾ വെക്കുക. പല്ലശനയിലാണ് മാവേലി രൂപങ്ങൾ പ്രധാനമായും ഉണ്ടാക്കുന്നത്. കളിമണ്ണ് കൊണ്ടാണ് ഇവയുണ്ടാക്കുക. നിറം ലഭിക്കാൻ ചായം പൂശി. കഴിഞ്ഞ വർഷം കോവിഡിനെ തുടർന്ന് വിൽപ്പന കുറഞ്ഞ് വലിയ പ്രതിസന്ധിയിലായിരുന്നു പല്ലശനക്കാർ. ഇത്തവണയും കോവിഡ് നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിലും പ്രതീക്ഷയിലാണ് ഇവർ. ഏകദേശം അതൊക്കെ വിറ്റ് കഴിഞ്ഞാലേ ഓണത്തിന് അവളും ഇതാ കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വിറ്റ് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ തീർന്നില്ലെങ്കിൽ നമ്മൾ വീട്ടുകളെ കൊണ്ട് കൊടുക്കണം. മുൻകാലങ്ങളിൽ വീടുകൾ കയറിയാണ് ഇവയുടെ വിൽപ്പന പ്രധാനമായും നടന്നിരുന്നത്. കോവിഡ് കാലമായതിനാൽ ഇപ്പോൾ വീടുകൾ കയറി വിൽപ്പന നടത്തുന്നതിന് പ്രായോഗിക തടസ്സങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ കടകൾ വഴിയാണ് വിൽപ്പന ഏറെയും. ന്യൂസ് 18 പാലക്കാട്. മുൻ DGP ലോക്നാഥ് ബെഹ്റയുടെ നിലപാട് തള്ളി സർക്കാർ. സംസ്ഥാനത്ത് IS സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് മുഖ്യമന്ത്രി. അത്തരത്തിൽ പോലീസ് മേധാവി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല. നിയമസഭയിലാണ് മുഖ്യമന്ത്രിയുടെ മറുപടി. VS അനു ചേരുന്നു. അനു, നേരത്തെ ലോക്നാഥ് ബെഹ്റ പറഞ്ഞത് ഇത്തരത്തിൽ സ്ലീപ്പർ സെല്ലുകളുടെ സംസ്ഥാനത്തെ സാന്നിധ്യത്തെക്കുറിച്ചായിരുന്നു. ഇപ്പോൾ ഇത് പൂർണ്ണമായും നിരാകരിക്കുകയാണോ മുഖ്യമന്ത്രി? തീർച്ചയായും രഞ്ജിത്ത്, കാരണം DGP ലോക്നാഥ് ബെഹ്റ അദ്ദേഹം വിരമിക്കുന്നതിന് തൊട്ടു മുമ്പാണ് മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ സംസ്ഥാനത്ത് ISISന്റെ സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷേ ആരും ഭയപ്പെടേണ്ട സാഹചര്യമില്ല, അതിനെ നേരിടാൻ പോലീസിന് അറിയാം, പോലീസ് അത് ചെയ്യുന്നുണ്ട് എന്ന തരത്തിലുള്ള പ്രതികരണം നടത്തിയത്. പക്ഷേ ഇക്കഴിഞ്ഞ 4-ാം തീയതി നിയമസഭയിൽ നക്ഷത്ര ചിഹ്നമിടാത്ത
ചോദ്യത്തിന് മുഖ്യമന്ത്രിയുടെ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ഇത്തരത്തിൽ സ്ലീപ്പർ സെല്ലുകൾ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ടോ, ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. മാത്രമല്ല അത്തരമൊരു റിപ്പോർട്ട് DGP സർക്കാരിന് സമർപ്പിച്ചിട്ടുമില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. അതായത് മുൻ DGP ലോക്നാഥ് ബെഹ്റയുടെ നിലപാടിനെ സർക്കാർ തള്ളുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. ശരി. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും Malayalam.news18.in